നമസ്കാരം സുഹൃത്തുക്കളെ, മണ്ണും മണവും പിന്നെ സിനിമയും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ സിനിമയും ആഗോള സിനിമയും ഇളക്കിമറിക്കാൻ പോകുന്ന വമ്പൻ റിലീസുകളെ കുറിച്ചാണ്. കൂടെ ഇന്ന് റിലീസായ പ്രധാന OTT ചിത്രങ്ങളെ പറ്റിയും നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ആഴ്ച റിലീസായ OTT വിശേഷങ്ങളിലേക്ക് പോകാം. ഏകദേശം 17ഓളം റിലീസുകളാണ് ഇന്നത്തെ ദിവസമുള്ളത്. ഒന്നാമതായി വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരുടെ ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ഇത് കാണാം. ആശകൾ 1000. ജയറാമും കാളിദാസും ഒന്നിച്ച് അഭിനയിച്ച ഈ ചിത്രം C5-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അസ്സി. കനി കുസൃതി പ്രധാന വേഷത്തിലെത്തുന്ന ഈ മിസ്റ്ററി ത്രില്ലറും C5-ൽ ലഭ്യമാണ്. അടുത്തതായി കോമഡി കുക്സ്. ഭാവനയും സാബുമോനും ഒന്നിക്കുന്ന മലയാളത്തിലെ ആദ്യ കുക്കിംഗ് കോമഡി ഷോ നാളെ ജിയോ ഹോട്ട്സ്റ്റാറിൽ തുടങ്ങും. ബാഡ് ആസ് രവികുമാർ. ഹിമേഷ് രശ്മിയുടെ ആക്ഷൻ ചിത്രം നാളെ മുതൽ ജിയോയിൽ കാണാം. ഫ്രം സീസൺ 4 പ്രശസ്തമായ ഹൊറർ സീരിയലിന്റെ 4ാം ഭാഗം ഞായറാഴ്ച പ്രൈം വീഡിയോയിൽ എത്തും. അടുത്ത വാരം തിയേറ്ററിലും OTT-ലും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പ്രതിച്ഛായ. നിവിൻ പോളിയുടെ ഈ പൊളിറ്റിക്കൽ ത്രില്ലർ ഏപ്രിൽ 24-ന് ജിയോ സിനിമയിൽ റിലീസ് ചെയ്യും. മധുവിധു. ഷറഫുദ്ദീൻ നായകനാകുന്ന ഈ ചിത്രം ഏപ്രിൽ 23-ന് തിയേറ്ററിലെത്തും. ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കർ നായികയായി അരങ്ങേറുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അരവിന്ദ് സ്വാമിയുടെ കളപ്പാർട്ടും മറ്റൊരു തമിഴ് ചിത്രമായ പാവക്കുത്തും ഇതേ ദിവസം തന്നെ റിലീസിനെത്തുകയാണ്. ഏപ്രിൽ 24-ന് ലോകം മൊത്തം ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ്. മൈക്കിൾ. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ജാഫർ ജാക്സനാണ് നായകനാകുന്നത്. ഇതുകൂടാതെ ഹിന്ദിയിലെ ഹൊറർ ചിത്രം ദ വാർഡ്രോബ്, ഹോളിവുഡ് ചിത്രങ്ങളായ അപ്പെക്സ് ആൻഡ് മദർ മേരി എന്നിവയും ഇതേ ദിവസം തിയേറ്ററുകളിലെത്തും. ഈ മാസം അവസാനിക്കുന്നത് 2 വലിയ തെന്നിന്ത്യൻ ചിത്രങ്ങളിലൂടെയാണ്. ഒന്ന് കാര. ധനുഷ് നായകനാകുന്ന ഈ ചിത്രത്തിൽ മലയാളികളുടെ പ്രിയങ്കരിയായ മമിത ബൈജു ആണ് നായിക. വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസ് ആയിരിക്കും. പെട്ടി. രാം ചരണും ജാൻവി കപൂറും ഒന്നിക്കുന്ന സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണിത്. ബുച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് സംഗീതം നൽകുന്നത് AR റഹ്മാനാണ്. ഇനി എല്ലാവരും കാത്തിരുന്ന ആ ബിഗ് സർപ്രൈസ്. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ സിനിമാ പ്രവേശനം ഔദ്യോഗികമായി. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് വിസ്മയ എത്തുന്നത്. ഈ വരുന്ന ഓണത്തിന് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. കൂടാതെ ഇന്നലെയും ഇന്നുമായി റിലീസ് ചെയ്ത ചില പ്രധാനപ്പെട്ട ചിത്രങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് സുയോധന. തെലുങ്ക് മലയാളം സിനിമയാണിത്. ജിയോ സിനിമയിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ തമിഴ് ത്രില്ലർ സിനിമയായ ദി ഫോറസ്റ്റ് സിംപ്ലി സൗത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി സീരീസ് ആയ മഡ്ക കിങ് ആമസോൺ പ്രൈമിലും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ മാസത്തെ പ്രധാന റിലീസ് വിശേഷങ്ങൾ. ഇതിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കൂടുതൽ കാത്തിരിക്കുന്നത്? വിസ്മയുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ മണ്ണും മണവും സിനിമയും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.